Hello friends, welcome to Post Magic. Today we will discuss about stamps. നമ്മളെല്ലാവരും പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലാത്തവരും ഉണ്ടാകാം. പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ് സ്റ്റാമ്പ് എന്ന്. എല്ലാവരും സ്റ്റാമ്പ് കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്റ്റാമ്പ്സ് ആണ് ഉള്ളതെന്ന്. ഫസ്റ്റ് വൺ ആണ് ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ്. Definitive stamps are those stamps which are used for day-to-day postal mailing purpose and are available in various ascending denominations from 25 paise onwards at all post offices. ഡെഫിനിറ്റീവ് സ്റ്റാമ്പ് അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഡേ ടു ഡേ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാമ്പ്സ് ആണ്. സെയിലിംഗ് പർപ്പസിന് എല്ലാനും ഉപയോഗിക്കുന്ന സ്റ്റാമ്പാണ് എന്താ ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ്. അത് പല ഡിനോമിനേഷൻസിലുണ്ട്. 25 പൈസ മുതലുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അടൽ ബിഹാരി വാജ്പേയിയുടെ സ്റ്റാമ്പ്, അങ്ങനെ പല പല സ്റ്റാമ്പ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 25 പൈസ മുതൽ മുകളിലേക്ക് അങ്ങോട്ട് സ്റ്റാമ്പ്സ് ഉണ്ട്. ദെൻ മിന്റ് സ്റ്റാമ്പ്. മിന്റ് സ്റ്റാമ്പ് എന്താ? വിച്ച് ആർ അൺയൂസ്ഡ്. ഉപയോഗശൂന്യമായ സ്റ്റാമ്പാണ് എന്ത്? മിന്റ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ദെൻ തീമാറ്റിക് സ്റ്റാമ്പ്സ്. തീമാറ്റിക് സ്റ്റാമ്പ്സ് ആർ ഇഷ്യൂഡ് ഓൺ എ സ്പെസിഫിക് തീം ലൈക്ക് ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, വൈൽഡ് ലൈഫ്, പേഴ്സണാലിറ്റീസ് എക്സെട്ര. അതായത് ഓരോ തീം ബേസ് ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാമ്പ്സ് ആണ് എന്താ തീമാറ്റിക് സ്റ്റാമ്പ്സ്. അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് തീംസ് ആവാം. ലൈക്ക് ബേർഡ്സിന്റെ ഒരു തീമിലുള്ളതാവാം, ബട്ടർഫ്ലൈസിന്റെ തീമിലുള്ളതാവാം, വൈൽഡ് ലൈഫിന്റെയോ ഏതെങ്കിലും പേഴ്സണാലിറ്റി. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ സീരീസിലുള്ള സ്റ്റാമ്പ്സ്. അങ്ങനെയുള്ള സ്റ്റാമ്പ്സ് ആണ് എന്ത്? തീമാറ്റിക് സ്റ്റാമ്പ്സ്. അപ്പോൾ 3 തരത്തിലുള്ള സ്റ്റാമ്പ്സ് ആണ് ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ്, മിന്റ് സ്റ്റാമ്പ് ആൻഡ് തീമാറ്റിക് സ്റ്റാമ്പ്സ്. സ്റ്റാമ്പ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണ്? സിന്ധ് ഡാക്ക്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ഇംഗ്ലണ്ട് ഇഷ്യൂ ചെയ്ത പെന്നി ബ്ലാക്ക്. ഇനി നമുക്ക് സ്റ്റാമ്പിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ, അതായത് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ. ആദ്യ വിദേശ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഹെൻറി ഡ്യൂറന്റ്. ഇനി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ജവഹർലാൽ നെഹ്റു. ചക്രവർത്തി ആണെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ. വിദേശ വനിത ആരാണ്? ആനി ബെസന്റ്. പിന്നെ ഇന്ത്യൻ വനിത, സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വനിതയാണ് മീരാഭായി. രണ്ടാമത്തെ ഇന്ത്യൻ വനിത ഝാൻസി റാണിയാണ്. പിന്നെ നർത്തകി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണി ദേവി അരുണ്ടല്ലേ. സിനിമ നടി ആരാണ്? നർഗീസ് ദത്ത്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളീയ വനിത ചോദിക്കുകയാണെങ്കിൽ അൽഫോൺസാമ. പിന്നെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാള്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളത്തിലെ കവിയാണ് എന്ത്? കുമാരനാശാൻ. ചിത്രകാരനാണ് ആരാണ്? രാജാ രവിവർമ്മ. കേരള മുഖ്യമന്ത്രി EMS. മലയാള സിനിമയിലെ നടൻ ആരായിരുന്നു? പ്രേം നസീർ ആയിരുന്നു. ആദ്യ ദമ്പതിമാരായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ആരൊക്കെയായിരുന്നു? ഗാന്ധിജിയും കസ്തൂർബയും. പിന്നെ ആദ്യ ചിത്രം, സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രമായിരുന്നു പുരാണക്കിലയുടെ ചിത്രം. ദെൻ ആരാധനാലയം ഏതാണ്? മട്ടാഞ്ചേരി ജൂതപ്പള്ളി. ദെൻ ഏത് രാജ്യത്തിന്റെ പതാകയാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്? USSRന്റെ പതാകയാണ് സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യത്തെ സ്ഥാപനം എയർ ഇന്ത്യ ആയിരുന്നു. ആദ്യ മൃഗം ഏതാണ്? ആന. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തികളും കുറച്ചു കാര്യങ്ങളും. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫസ്റ്റ് ഡേ കവർ. എന്താണ് ഫസ്റ്റ് ഡേ കവർ? എ കവർ issued by the administrator relevant to the theme of a special stamp being issued and typing at the stamp to the cover with the day stamp bearing the day of issue of the cover. അതായത് ഒരു സ്റ്റാമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്തു. ആ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താ? ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ക്യാൻസലേഷൻ വിത്ത് സ്പെഷ്യൽ സീൽ. അതെന്താണ്? എപ്പോഴും ക്യാൻസലേഷൻ നടത്തിയിരിക്കും. സ്പെഷ്യൽ സ്റ്റാമ്പ് വെച്ചിട്ട് ക്യാൻസലേഷൻ നടത്തിയിരിക്കും. അതായത് ഒരു പുതിയ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള നോട്ട്സ് ഒക്കെ കൊടുക്കുന്നതാണ് എന്ത്? ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കമമറേറ്റീവ് സ്റ്റാമ്പ്സ്. കമമറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസ്മരണ അല്ലേ. അപ്പോൾ കമമറേറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റാമ്പ് ഒരു അനുസ്മരണത്തിന്റെ രീതിയിലുള്ള ഒരു സ്റ്റാമ്പ് ആയിരിക്കും അത്. അപ്പൊ എന്താന്ന് നോക്കാം. Commemorating important events, prominent personalities in various fields, aspects of nature, beautiful or rare flora and fauna, environmental issues, agricultural activities, national or international issues, games, etc. അതായത് പല തീംസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയാ അനുസ്മരണം തന്നെ നടത്തുന്നതാണ്. ഏതെങ്കിലും ഏതൊക്കെ ഫീൽഡ് ആയിരിക്കാം? നേച്ചറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവന്റ്സ്, അതായത് ഫ്ലോറ ആൻഡ് ഫ്യൂണ, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാം, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, നാച്ചുറൽ ഓർ ഇന്റർനാഷണൽ ഇഷ്യൂസ്, ഗെയിംസ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള അതിന്റെ തീമിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? ഈ കമമറേറ്റീവ് സ്റ്റാമ്പ്സ്.
ഇനി only available at the philatelic bureau and counters or under the philatelic deposits account scheme. ഇത് ഇവിടെ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫിലാറ്റലിക് ബ്യൂറോയിലും പിന്നെ ഫിലാറ്റലിക് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ടിലൂടെ മാത്രമാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ദേ ആർ പ്രിന്റഡ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്, വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലായിരിക്കും ഇത് പ്രിന്റ് ചെയ്യുന്നത്. Then there shall be not over 50 issues, a maximum 100 stamps of commemorative stamps per annum. അതായത് ഒരു വർഷത്തിൽ മാക്സിമം 50 ഇഷ്യൂസേ നടത്തുകയുള്ളൂ. അതായത് ആ 50 ഇഷ്യൂസിൽ 100 സ്റ്റാമ്പ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ഈ സ്റ്റാമ്പ്, അതായത് റെയർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യണത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അത് ഇഷ്യൂ ചെയ്യുക. ഇതാണ് കമമറേറ്റീവ് സ്റ്റാമ്പ്സ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്പെഷ്യൽ കവർ. സ്പെഷ്യൽ കവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കമമറേറ്റീവ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്യും, നമ്മൾ പറഞ്ഞു എന്താണ് നാഷണൽ ഇമ്പോർട്ടൻസോ ഇമ്പോർട്ടൻറ്റ് ഫ്ലോറ എൻവയോൺമെന്റൽ ഇഷ്യൂസ് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കമമറേറ്റീവ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്യും. ഇനി ചില കേസിൽ നമുക്ക് കമമറേറ്റീവ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യണതാണ് എന്ത്, സ്പെഷ്യൽ കവേഴ്സ്. An event which kind not nationally important enough to be commemorated by issue of a commemorative or a special stamp, or for which a stamp cannot be accommodated in the annual issue program, may be commemorated by the department by issue of a special cover, which can be cancelled with a special cancellation at the post office selected for the purpose. ഇതും എന്ത് ചെയ്യണം, സ്പെഷ്യൽ ക്യാൻസലേഷൻ നടത്തിയിരിക്കണം. സ്പെഷ്യൽ കവർ ഇഷ്യൂഡ് അറ്റ് പ്രൈവറ്റ് പാർട്ടീസിനാണ് ഇത് ഇഷ്യൂ ചെയ്യണത്. ദിസ് കവർ ഷുഡ് ബി എ മിനിമം പോസ്റ്റേജ് ഓഫ് എനി കൈൻഡ് ഇക്വലന്റ് ടു ദ മിനിമം ഇൻലാൻഡ് ലെറ്റർ മെയിൽ റേറ്റ്. സ്പെഷ്യൽ കവറിന്റെ ചാർജസ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് കാര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ കവർ ഇഷ്യൂ ചെയ്യണത്. അതായത് ഓൺ വർക്കിംഗ് ഡേയുടെ ബേസിലും ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ സൺഡേസിലോ ഹോളിഡേയ്സിലോ ഇഷ്യൂ ചെയ്യാം. അപ്പൊ അതിന് രണ്ടിനും റേറ്റ് എങ്ങനെയാണ്, വ്യത്യാസമാണ്. ഇനി വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ നമ്മൾ പെർ ഡേ ഇഫ് ഇറ്റ് ഈസ് അറ്റ് പ്രൊമിനന്റ് പ്രിമൈസസ്, അതായത് ആ പ്രൈവറ്റ് പാർട്ടിയുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടും സ്പെഷ്യൽ കവർ നമുക്ക് കൊടുക്കാം. ഇനി എന്താണ് പ്രൊമിനന്റ് പ്രിമൈസസിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ ₹1 lakh. ഇനി പോസ്റ്റ് ഓഫീസിലാണെങ്കിലോ ₹50,000. അപ്പോൾ എന്താണ് ആ പ്രൈവറ്റ് പാർട്ടീസിന്റെ പ്രിമൈസസിലാണെങ്കിൽ 1 lakhും പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ 50,000ഉം. ഇനി സൺഡേസിലും ഹോളിഡേയ്സിലാണെങ്കിൽ എന്താണ്, അതിന്റെ ഡബിൾ ആണ്. പ്രൊമിനന്റ് പ്രിമൈസസ് ആണെങ്കിൽ എന്താണ് 2 lakhും പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ 1 lakhും. ഇതാണ് ചാർജ് ഇഷ്യൂ ചെയ്യുന്നത് സ്പെഷ്യൽ കവറിന്. എല്ലാവർക്കും ഒന്നും സ്പെഷ്യൽ കവർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് നാഷണൽ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് താനും. നമുക്ക് കമമറേറ്റീവ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രൈവറ്റ് പാർട്ടീസിന് ഇഷ്യൂ ചെയ്യണതാണ് എന്ത്, സ്പെഷ്യൽ കവർ. അതിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. വർക്കിംഗ് ഡേയ്സിലും ഇഷ്യൂ ചെയ്യാം, സൺഡേസിലും ഹോളിഡേയ്സിലും ഇഷ്യൂ ചെയ്യാം. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ പ്രൊമിനന്റ് പ്രിമൈസസിലാണെങ്കിൽ 1 lakhും പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ 50,000ഉം. ഇനി സൺഡേസിലും ഹോളിഡേയ്സിലായിട്ടുണ്ടെങ്കിൽ പ്രൊമിനന്റ് പ്രിമൈസസിൽ 2 lakhും പോസ്റ്റ് ഓഫീസിൽ 1 lakhും. ഇൻഫർമേഷൻ ബ്രൗഷർ എന്താണ്, a small pamphlet brought out to give the technical date and information about the subject of the stamp. അതായത് സ്റ്റാമ്പിനെ കുറിച്ച് എന്താണ് ഇഷ്യൂ ചെയ്തത്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു ബ്രൗഷർ ആണ് എന്താ, ഇൻഫോർമേറ്റീവ് ബ്രൗഷർ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് മൈ സ്റ്റാമ്പ്. മൈ സ്റ്റാമ്പ് ഈസ് ദ ബ്രാൻഡ് നെയിം ഫോർ പേഴ്സണലൈസ്ഡ് ഷീറ്റ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഓഫ് ഇന്ത്യ പോസ്റ്റ്. ഇന്ത്യ പോസ്റ്റിന്റെ ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ഷീറ്റ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് എന്ത്, മൈ സ്റ്റാമ്പ്. ഇപ്പോൾ നമ്മുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു സ്റ്റാമ്പ് നമുക്ക് അച്ചടിച്ച് മേടിക്കാം. അതിനെയാണ് മൈ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാമ്പ് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ലെറ്റർ അയക്കുമ്പോൾ ഈ സ്റ്റാമ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ വിടാൻ പറ്റും. അപ്പോൾ എന്താ, മൈ സ്റ്റാമ്പ് ഈസ് ദ ബ്രാൻഡ് നെയിം ഫോർ എ പേഴ്സണലൈസ്ഡ് ഷീറ്റ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഓഫ് ഇന്ത്യ പോസ്റ്റ്. ഇതെങ്ങനെയായിരിക്കും, thumbnail image ആയിരിക്കും. thumbnail image of the customer's photograph and logos of institutions or images of artwork, heritage buildings, famous tourist places, historical cities, wildlife, other animals and birds, etc. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ് thumbnail images ഉണ്ടാവുക, പേഴ്സണാലിറ്റീസ്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലോഗോസ്, ഏതെങ്കിലും ആർട്ട് വർക്കിൻ്റെ ഇമേജസ്, ഹെറിറ്റേജ് ബിൽഡിങ്, ഇപ്പോൾ ഒരു ജൂതപ്പള്ളിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ദെൻ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ്, ഇപ്പോൾ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസ് എടുക്കാം. പിന്നെന്താ ഹിസ്റ്റോറിക്കൽ സിറ്റീസ് ഉണ്ടാവും. എന്താണ് എല്ലോറ, അജന്ത എല്ലോറ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സിറ്റീസ്, വൈൽഡ് ലൈഫ്, ആനിമൽസിൻ്റെയോ ബേർഡ്സിൻ്റെയോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് മൈ സ്റ്റാമ്പ് രൂപകൽപ്പന ചെയ്യാം.
ഇനി മൈ സ്റ്റാമ്പ് എന്നാണ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ? ദ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ വേൾഡ് ഫിലാറ്റലി എക്സിബിഷൻ ഇൻഡിപെക്സ് 2011. ഇൻഡിപെക്സ് 2011 എന്ന പ്രോഗ്രാമിലൂടെയാണ് മൈ സ്റ്റാമ്പ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തത്. ഇതെവിടെയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഇറ്റ്സ് അവൈലബിൾ ഇൻ സെലക്ടഡ് ഫിലാറ്റലിക് ബ്യൂറോ ആൻഡ് കൗണ്ടേഴ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓഫീസസ് ഓർ പോസ്റ്റ് ഓഫീസസ് സിറ്റുവേറ്റഡ് അറ്റ് എ ടൂറിസ്റ്റ് പ്ലേസ്. അതായത് ഫിലാറ്റലിക് ബ്യൂറോസിൽ മൈ സ്റ്റാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാവും. ഇനി ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഓഫീസിലും നമുക്ക് മൈ സ്റ്റാമ്പ് എന്താണ് അവൈലബിൾ ആണ്. ഇനി മൈ സ്റ്റാമ്പിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു മൈ സ്റ്റാമ്പിൽ എത്ര സ്റ്റാമ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. One my stamp sheet contains 12 stamps with a face value of each stamp being ₹5 and the cost of one sheet is ₹300. അതായത് ഒരു മൈ സ്റ്റാമ്പിന്റെ ഷീറ്റിൽ 12 ഷീറ്റ് സ്റ്റാമ്പ്സ് ആണ് ഉണ്ടാവുക. അതായത് 12 സ്റ്റാമ്പ്സ് ഉണ്ടാവും, ഓരോ സ്റ്റാമ്പിനും 5 രൂപ വെച്ചിട്ട്. അപ്പോൾ ടോട്ടൽ എത്രയാവും? 300 രൂപ. അപ്പോൾ ഒരു മൈ സ്റ്റാമ്പിന്റെ ഷീറ്റിന് ടോട്ടൽ ആയിട്ട് 300 രൂപയാണ്. അതിൽ എത്ര സ്റ്റാമ്പ് ഉണ്ടാവും? 12 സ്റ്റാമ്പ്, ഓരോ സ്റ്റാമ്പിനും 5 രൂപ വെച്ച്. ഇനി മൈ സ്റ്റാമ്പ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. If ordered between 2 to 100 my stamp sheet, 10% discount is applicable. അതായത് 2 മുതൽ 100 വരെ മൈ സ്റ്റാമ്പ് ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% എന്താണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇനി മോർ ദാൻ 100 പോസ്റ്റേജ് സ്റ്റാമ്പ്സ് 20% ഡിസ്കൗണ്ട് ഈസ് അവൈലബിൾ. ഇനി 100 പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ഇനി ഡിസ്കൗണ്ട് ഓഫ് 20% ഈസ് അലൗഡ് ഓൺലി ഓൺ അഡീഷണൽ ഷീറ്റ്സ് ഓവർ 100. അതായത് 100 ഷീറ്റിന് മുകളിലുള്ളതിനാണ് 20% ഡിസ്കൗണ്ട് കിട്ടുക. അതുപോലെ തന്നെ കോപ്പറേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും, അതായത് ബിസിനസ് പ്രിമൈസസിനും മൈ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്യാം. അവരുടെ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ഷീറ്റ്സ് ആണ്. അവർ ഒരു 5000 ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് സ്റ്റാമ്പിനെ കുറിച്ചാണ്. സ്റ്റാമ്പ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഡെഫിനറ്റീവ് സ്റ്റാമ്പ്, മിന്റ് സ്റ്റാമ്പ്, തീമാറ്റിക് സ്റ്റാമ്പ്. ഡെഫിനറ്റീവ് സ്റ്റാമ്പ് എന്താണ്? ഡേ ടു ഡേ പർപ്പസിന് യൂസ് ചെയ്യണതാണ്. മിന്റ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺയൂസ്ഡ് സ്റ്റാമ്പ്സ് ആണ്. തീമാറ്റിക് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തീം ബേസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് തീമാറ്റിക് സ്റ്റാമ്പ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണ്? സിന്ധിഡാക്ക്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പെന്നി ബ്ലാക്ക്. പിന്നെ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ. വിദേശി ഹെൻറി ഡ്യൂറന്റ്. കേരളീയ വനിത ആരായിരുന്നു? അൽഫോൺസാമ. ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. കേരള മുഖ്യമന്ത്രി EMS. പിന്നെ ഏത് രാജ്യത്തിന്റെ പതാകയാണ് ആദ്യമായിട്ട് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട? USSR. ആദ്യ സ്ഥാപനം എയർ ഇന്ത്യ ആയിരുന്നു. ആദ്യ മൃഗം ആനയാണ്. പിന്നെന്താ പറഞ്ഞത്? മൈ സ്റ്റാമ്പ് പറഞ്ഞു. മൈ സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻഡിപെക്സിലാണ്. ഇൻഡിപെക്സ് 2011 മൈ സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ എത്ര സ്റ്റാമ്പ്സ് ഉണ്ടാവും? 12 സ്റ്റാമ്പ്സ്. ഓരോ സ്റ്റാമ്പിനും 5 രൂപ വെച്ചിട്ട് 300 രൂപയാണ് മൈ സ്റ്റാമ്പിന്റെ കോസ്റ്റ് പറയണത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.